ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്തുള്ള ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ്, കോമൺ കണ്ടന്റ്, യുണീക്ക് കണ്ടന്റ്, ഇങ്ങനെയുള്ള കോണ്ടന്റ്സിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. ഇത് കണ്ടുപിടിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അതിൻ്റെ യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ് കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. അത് SEOയ്ക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വേറെ വെബ്സൈറ്റിലുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ വെബ്സൈറ്റിൽ എല്ലാ പേജസിലും സെയിം ആയിട്ടുള്ള കണ്ടന്റ്സ് വന്നു കഴിയുമ്പോൾ അപ്പോൾ കീവേഡ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഇത് കുറയും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ SEO പെർഫോമൻസും കുറയും. ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടന്റ് കണ്ടുപിടിച്ച് അതെല്ലാം സോർട്ട് ഔട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ടൂൾ ഏതാണെന്ന് നോക്കാം. ടൂളിൻ്റെ പേര് സൈറ്റ് ലൈനർ എന്നാണ്. ഫൈൻഡ് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ് ഓൺ യുവർ സൈറ്റ്. ഇവിടെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൻ്റെ URL പേസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിത് ഓൾറെഡി ഒന്ന് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഇത്ര പെട്ടെന്ന് വന്നത്. നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ റിപ്പോർട്ട് ലോഡ് ആവാൻ ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ്സ് ഒക്കെ ടൈം എടുക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള മെട്രിക്സുകളെല്ലാം നോക്കാം. ഇതിൻ്റെ അപ്പോൾ ആദ്യം പേജസിൻ്റെ കാര്യങ്ങളാണ് വന്നേക്കണേ. നോർമൽ പേജസ്, സ്കിപ്ഡ് പേജസ്, സ്കിപ്ഡ് നോട്ട് ഫോളോയർ, സ്കിപ്ഡ് നോട്ട് ഇൻഡെക്സ്ഡ്, സ്കിപ്ഡ്, അങ്ങനെയുള്ള പേജസിൻ്റെ മെട്രിക്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടന്റിൻ്റെയും കോണ്ടന്റ്സിൻ്റെ എല്ലാത്തിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടന്റ് 28%, കോമൺ കോണ്ടന്റ് 25%, യൂണീക്ക് കോണ്ടന്റ് 47%, ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ റൈറ്റിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏതൊക്കെ പേജസിലാണ് എത്ര പെർസെൻറ്റേജ് വെച്ചാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇതെല്ലാം എൻ്റെ വെബ്സൈറ്റിലുള്ള ഓരോ പേജസാണ്. ഈ പേജസിൽ വന്നിട്ടുള്ള കണ്ടൻറ്റിൻ്റെ പെർസെൻറ്റേജും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ബ്രോക്കൺ ലിങ്ക്സ് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സ്കിപ്ഡ് പേജസ് എത്ര ഉണ്ടോ നമുക്ക് കാണാം. അങ്ങനെയുള്ള എല്ലാം മെട്രിക്സുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റിപ്പോർട്ടുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റും. ഈവൻ ഇപ്പം നമുക്ക് ഇത് വെച്ച് നമ്മുടെ ഒരു ക്ലയൻറ്റിൻ്റെ ഏതെങ്കിലും വെബ്സൈറ്റ് നമുക്ക് വർക്ക് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യലി ഇതിൻ്റെ അകത്ത് വെച്ച് ഈ റിപ്പോർട്ട്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ക്ലയൻറ്റിനെ കാണിച്ച് ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ, ഇത്ര കണ്ടൻറ്റിൻ്റെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ ഇതെല്ലാം സോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ നമുക്ക് അവരെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആവറേജ് പേജ് സൈസ്, പേജ് ലോഡ് ആവാനുള്ള ടൈം, നമ്പർ ഓഫ് വേർഡ്സ് പെർ പേജ്, ടെക്സ്റ്റ് ടു HTML റേഷ്യോ, ഇതിൻ്റെ കോണ്ടന്റ്, ഇൻറ്റേർണൽ ലിങ്ക്സ്, എക്സ്റ്റേണൽ ലിങ്ക്സ്, ടോട്ടൽ ലിങ്ക്സ്, ഇൻബൗണ്ട് ലിങ്ക്സ്, ഇങ്ങനെയുള്ള മെട്രിക്സുകൾ നമുക്ക് ഈ ടൂൾ വെച്ച് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഞാൻ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടന്റ് കണ്ടുപിടിക്കാനും അത് ഏത് പേജിലാണ് ഏറ്റവും കൂടുതലുള്ളത് എന്നുള്ള രീതിയിലാണ്. ഈ ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടന്റ് 28% ഒക്കെ ഇച്ചിരി കൂടുതലാണ്. അത് ഇവർ തന്നെ ഇവിടെ പറഞ്ഞിട്ട് ലാർജ് എമൗണ്ട് ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടന്റ് വാസ് ഫൗണ്ടഡ്. ഇത് മാക്സിമം ഒരു 10 or 15 ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഏറ്റവും കുറയ്ക്കാൻ പറ്റുന്ന എത്രയാണോ അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. പറ്റുവാണെങ്കിൽ ഈ യൂണീക്ക് കോണ്ടന്റ് അത് മാക്സിമം ഇമ്പ്രൂവ് ചെയ്തെടുക്കുക. കാരണം അതനുസരിച്ച് നമ്മുടെ വെബ്സൈറ്റ് റാങ്ക് ആവാനും അല്ലെങ്കിൽ SEO പെർഫോമൻസ് കാണിക്കാനും എല്ലാം നമുക്കിത് യൂസ്ഫുൾ ആവും. വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.